എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കോർഡിലേറ്റർ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോയിൽ 8.5 തിയറം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഇത് കാണാം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ തിയറം 8.6 ആണ് നോക്കുന്നത്. അപ്പോൾ 8.6 എന്താണെന്ന് വെച്ചാൽ ദ ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. ഒരു പാരലോഗ്രാമിന് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഒരു പാരലോഗ്രാം വരികയാണ്, എ ബി സി ഡി. ഈ ഒരു പാരലോഗ്രാം, ഇതിന് രണ്ട് ഡയഗണൽസ് ബി ഡിയും എ സി, രണ്ട് ഡയഗണൽസ് ഓല് ഇന്റർസെക്ട് ചെയ്യും. അപ്പം നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്, അതായത് എയോ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ, ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയോ ഈക്വൽ ടു ഒ സി, ബി ഒ ഈക്വൽ ടു ഒ ഡി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് നോക്കാം. എന്തൊക്കെയാണ് ഗിവൺ? എ ബി സി ഡി ഒരു പാരലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം. പിന്നെ എ സി ആൻഡ് ബി ഡി ആർ ഡയഗണൽസ്. എ സിയും ബി ഡിയും ഡയഗണൽസ് ആണ്. ഇന്റർസെക്റ്റ് അറ്റ് ഒ, ഡയഗണൽസ് ഇന്റർസെക്റ്റിംഗ് അറ്റ് ഒ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ഒ എ ഈക്വൽ ടു ഒ സി, ഒ എ ഈക്വൽ ടു ഒ സി, അതുപോലെ ഒ ബി ഈക്വൽ ടു ഒ ഡി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൂഫിൽ നമുക്ക് ഇവിടെ എ ബി സി ഡി ഒരു പാരലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ പാരലൽ സൈഡ്സ് ഈക്വലും ആയിരിക്കും പാരലും ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലും ഈക്വലും ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ ആൻഡ് പാരലൽ. ഈക്വലും ആണ് പാരലലും ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. നമ്മൾ ഇപ്പോൾ ഈ എ ഡിയും ബി സിയും എടുക്കുന്നത് വിചാരിക്കുക. എ ഡിയും ബി സിയും പാരലലും ആണ്, ഈക്വലും ആണ്. അപ്പോൾ എ ഡി ബി സി, എ ഡി പാരലൽ ടു ബി സി, എ ഡി പാരലൽ ടു ബി സി ആണെങ്കിൽ ഇപ്പൊ രണ്ട് പാരലൽ ലൈൻ, അതിലൊരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുന്നു. ഇവിടെ ട്രാൻസ്വേഴ്സൽ ബി ഡി ആവുമ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് പാരലൽ ലൈനിന് ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ എന്താവും? അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ നമ്മൾ എ ഡി പാരലൽ ടു ബി സി, ബി ഡി ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ് വരിക. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഡി ആണ് ട്രാൻസ്വേഴ്സൽ, ആംഗിൾ ഒ ഡി എ, ആംഗിൾ, അതായത് ബി തൊട്ടേ പറയണമെന്നില്ല, നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? നമുക്ക് ഈ രണ്ട് സൈഡ്സും ഈക്വൽ, ഈ രണ്ട് സൈഡ്സും ഈക്വൽ. അപ്പൊ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ എ ഒ ഡി കോൺട്രുവന്റ് ടു ട്രയാങ്കിൾ ബി ഒ സി ആണ്. അതായത് ട്രയാങ്കിൾ എ ഒ ഡി കോൺട്രുവന്റ് ടു ബി ഒ സി എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് ട്രയാങ്കിളിലും അപ്പൊ ഏതൊക്കെയാണ്? നമുക്ക് ഏതെങ്കിലും ഒരു റൂൾ എടുത്തിട്ട് മാത്രമേ ഇത് കോൺട്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഈ രണ്ട് പാരലൽ സൈഡ് എടുക്കുന്നത്, ഒരു പാരലോഗ്രാമിന്റെ രണ്ട് പാരലൽ സൈഡ് എ ഡി ബി സി. അപ്പൊ ഈ പാരലൽ സൈഡ്സിലെ നമുക്ക് എന്ത് വരുന്നു? ബി ഡി ട്രാൻസ്വേഴ്സൽ ആണ്. ബി ഡി ട്രാൻസ്വേഴ്സൽ ആകുമ്പോൾ അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ട്രയാങ്കിളിന്റെ പറയുന്നത് കൊണ്ട് ആംഗിൾ ഒ ഡി എ ഈക്വൽ ടു ആംഗിൾ ഇത് രണ്ടുപേരെ പറയുന്നത്. അപ്പൊ ഒ ബി സി, ആംഗിൾ ഒ ബി സി. നമ്മൾ ഏത് ട്രാൻസ്വേഴ്സൽ ആണോ എടുക്കുന്നത് അതിന് ആംഗിൾ നടുവിലേക്ക് പറഞ്ഞാൽ മതി. ഇപ്പൊ ഇവിടെ നമുക്ക് ഡി ആണ് വേണ്ടത്, ഇവിടെ ബി ആണ് വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്വേഴ്സൽ. അപ്പൊ ഒ ഡി എ ഈക്വൽ ടു ഒ ബി സി. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്.
അവിടെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. പിന്നെ എന്ത് പറയാം, നമുക്ക് എ ഡി ഈക്വൽ ടു ബി സി ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. എ ഡി ഈക്വൽ ടു ബി സി വന്ന് അതുപോലെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വലും ആയി. ഇനി നമ്മൾ ഇപ്പൊ ബി ഡി ആണ് എടുത്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എ സി പാരലൽ, അതായത് എ സി ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുക. എ ഡി പാരലൽ ടു ബി സി തന്നെ, നമ്മൾ അതിനെ മാറ്റുന്നില്ല, ട്രാൻസ്വേഴ്സൽ മാറ്റുന്നു. ആദ്യം നമ്മൾ ട്രാൻസ്വേഴ്സൽ ബി ഡി ആയിട്ട് എടുത്ത്, ഇനി അടുത്തതിൽ നമ്മൾ എ സി ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുക. എ സി ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുമ്പോൾ ഇത് രണ്ടും തന്നെയാണ് നമ്മളെ പാരലൽ ലൈൻസ്. ഇപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. ഇത് എ, ഇത് ഡി, ഇത് ബി, ഇത് സി. അപ്പോൾ ഇതില് നമുക്ക് ഏതൊക്കെയായിരിക്കും ആംഗിൾ വരേണ്ടത്? ഇപ്പൊ സെഡ് പോലെ തന്നെ എടുക്കുക നമ്മൾ. അപ്പോൾ എ സി അല്ലേ, അപ്പൊ ഈ ആംഗിളും ഈ ആംഗിളും, അതായത് ഈ രണ്ട് ആംഗിളും നമ്മൾ ഈക്വൽ എന്ന് പറയണം. അപ്പോൾ ഇതിൽ നമ്മൾ പറയുമ്പോൾ ഒ എ ഡി ആംഗിൾ ഒ എ ഡി. അപ്പൊ നമ്മൾ ഏത് ട്രാൻസ്വേഴ്സിലാണോ എടുത്തത് ആ ലൈനിൽ കൂടെ പറഞ്ഞാൽ മതി. ഒ എ ഡി ഈക്വൽ ടു ആംഗിൾ ഒ സി ബി. ആംഗിൾ ഒ എ ഡി, ആംഗിൾ ഒ എ ഡി ഈക്വൽ ടു ആംഗിൾ ഒ സി ബി. ട്രാൻസ്വേഴ്സൽ എടുക്കുന്നതിന് കണക്കായിട്ട് പറയാം. അതായത് ആംഗിൾ ഒ എ ഡി, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഒ എ ഡി ഈക്വൽ ടു ആംഗിൾ ഒ സി ബി. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. എ ഡി പാരലൽ ടു ബി സി ആയതുകൊണ്ട് രണ്ട് ട്രാൻസ്വേഴ്സൽ ഉണ്ട്, ഒന്ന് ബി ഡിയും ഒന്ന് എ സി. ബി ഡി ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എ സി ആണ് ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുന്നത്. എ ഡി പാരലൽ ടു ബി സി തന്നെ, അതിൽ എ സി ട്രാൻസ്വേഴ്സൽ ആവുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആംഗിൾ ഒ എ ഡി ഈക്വൽ ടു ആംഗിൾ ഒ സി ബി കിട്ടുന്നത്. അപ്പോൾ രണ്ട് ആംഗിളും ഒരു സൈഡും ആണ് വരുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് അതിന്റെ രണ്ട് ഇൻക്ലൂഡഡ് ആംഗിളും ആണ്. അപ്പൊ നമുക്ക് therefore by ASA കോൺഗ്രുവൻസി റൂൾ പ്രകാരം എന്തായി, രണ്ട് ട്രയാങ്കിൾ AODയും BOCയും കോൺഗ്രുവന്റ് ആയി. അതായത് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ഒക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം, OD ഈക്വൽ ടു OB, OA ഈക്വൽ ടു OC. therefore ഇവിടം വരെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് പറയാ, therefore by ASA കോൺഗ്രുവൻസി റൂൾ, therefore by ASA congruence rule triangle AOD congruent to triangle BOC. അപ്പോൾ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയതുകൊണ്ട് OA ഈക്വൽ ടു OC, OD ഈക്വൽ ടു OB ബൈ CP CT. അപ്പൊ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പകുതി രണ്ട് ഭാഗവും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമ്മുടെ 8.6 തിയറം എന്ന് പറയുന്നത് ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ ആണ്. ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയിൽ വരണം അതിന്റെ ഡയഗണൽസ്, അതായത് OA ഈക്വൽ ടു OC, OB ഈക്വൽ ടു OD എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് ഗിവൺ? പാരലോഗ്രാം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ABCD ഈസ് പാരലോഗ്രാം. പാരലോഗ്രാം ആണെങ്കിൽ അതിന് എന്തുണ്ട്, രണ്ട് ഡയഗണൽസ് ഉണ്ട്. AC BD രണ്ട് ഡയഗണൽസ് ആണെന്ന് പറയാം. അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് O. ഇത്രയും കാര്യമാണ് നമുക്ക് ഗിവൺ. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് ടു പ്രൂവ് OA ഈക്വൽ ടു OC, OB ഈക്വൽ ടു OD. അടുത്തത് നമ്മൾ പ്രൂഫിൽ നമുക്ക് എന്താണ് തന്നിട്ടില്ല ആ കൂടി പറയുന്നത് ABCD ഒരു പാരലോഗ്രാം. നമുക്കറിയാം ഒരു പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ AD പാരലൽ ടു BC എടുത്ത് AD ഈക്വൽ ടു BC ആണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അതായത് AOD ട്രയാങ്കിൾ AOD കോൺഗ്രുവന്റ് ടു BOC പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ആണ് OA ഈക്വൽ ടു OC കിട്ടും, OB ഈക്വൽ ടു OD കിട്ടും. അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, AD പാരലൽ ടു BC ആൻഡ് BD ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുക. BD ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. BD ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുമ്പോൾ ഡിയും ബിയും ആണ് നമുക്ക് ആംഗിൾ കിട്ടുന്നത്. അതായത് ആംഗിൾ ODA ഈക്വൽ ടു ആംഗിൾ OBA. പിന്നെ AD ഈക്വൽ ടു BC ആണ്.
അടുത്തതിൽ നമ്മൾ എ സി ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കുക. ഇത് രണ്ട് ലൈൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, എ ഡിയും ബി സിയും. ട്രാൻസ്വേഴ്സൽ മാത്രം മാറ്റുന്നു. ആദ്യം ബി ഡി ട്രാൻസ്വേഴ്സലായിട്ട് എടുത്ത് പിന്നെ എ സി ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കുന്നു. എ സി ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കുമ്പോൾ ആംഗിൾ ഒ എ ഡി ഈക്വൽ ടു ആംഗിൾ ഒ സി ബി. അപ്പോൾ ആ രണ്ട് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസും അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡുമാണ് വരുന്നത്. Therefore, by ASA congruency rule, triangle AOD congruent to triangle BOC. പിന്നെ എന്താ പറയാ, അപ്പൊ അത് രണ്ടും കോൺഗ്രുവന്റ് ആയതുകൊണ്ട് OA ഈക്വൽ ടു OC, OB ഈക്വൽ ടു OD ബൈ CPCD. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 8.7 തിയറം 8.7 എന്താണെന്നുള്ളത് നോക്കാം. ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലേറ്റർ ബൈസെക്ട് ഈച്ച് അതർ ദെൻ ഇറ്റ് ഈസ് എ പാരലോഗ്രാം. ഒരു ക്വാഡ്രിലേറ്റർ തന്നിട്ടുണ്ട്, അതിന്റെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണെങ്കിൽ അതൊരു പാരലോഗ്രാം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ക്വാഡ്രിലേറ്റർ വരില്ല. ക്വാഡ്രിലേറ്റർ ABCD, ABCD, ക്വാഡ്രിലേറ്റർ ABCD. അതിന്റെ രണ്ട് ഡയഗണൽസ് AC-യും BD-യും ബൈസെക്ട് ഈച്ച് അതർ. ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AO ഈക്വൽ ടു OC, OB ഈക്വൽ ടു OD ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് നോക്കാം. ABCD ഈസ് എ ക്വാഡ്രിലേറ്റർ. ഇവിടെ പാരലോഗ്രാം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ABCD ഒരു ക്വാഡ്രിലേറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. ABCD ഈസ് എ ക്വാഡ്രിലേറ്റർ ആൻഡ് എന്തൊക്കെയാണ് AC BD ഡയഗണൽസ് ആണ്. AC BD ഡയഗണൽസ് ഇന്റർസെക്റ്റിംഗ് അറ്റ് O. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗിവൺ, ഇന്റർസെക്റ്റിംഗ് അറ്റ് O. അപ്പോൾ ABCD ഒരു ക്വാഡ്രിലേറ്റർ ആണ് തന്നിട്ടുണ്ട്. AC-യും BD-യും ഡയഗണലാണ്. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണ്. അത് O എന്ന പോയിന്റിലാണ് ബൈസെക്ട് ചെയ്യുന്നത്. അതായത് OA ഈക്വൽ ടു OC ഗിവൺ ആണ് നമുക്ക്. അതുപോലെ OB ഈക്വൽ ടു OD. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗിവൺ. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ABCD ഈസ് എ പാരലോഗ്രാം. ABCD ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. ABCD ഒരു പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? അതായത് AD പാരലൽ ടു BC-യും AB പാരലൽ ടു CD എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മുടെ ഇതിലുണ്ടാവണം. അതായത് AB പാരലൽ ടു CD എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. AD പാരലൽ ടു BC എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ? ABCD ഒരു പാരലോഗ്രാം ആവുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? AD പാരലൽ ടു BC പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുക. ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുമ്പോൾ അതായത് പ്രൂഫ് ഇൻ ട്രയാങ്കിൾ AOD ആൻഡ് COB, ട്രയാങ്കിൾ COB. ഈ രണ്ട് ട്രയാങ്കിൾ AOD നടുവിലാക്കി പറഞ്ഞു, AOD COB. ഈ രണ്ട് ട്രയാങ്കിളിൽ ആ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം. ആംഗിൾസ് ഈക്വൽ ആയ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയ AD പാരലൽ ടു BC കിട്ടും. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ? ഇവിടെ OA ഈക്വൽ ടു OC. ഈ രണ്ട് ട്രയാങ്കിളിൽ നമുക്ക് എന്തൊക്കെ ഗിവൺ ആണ്? OA ഈക്വൽ ടു OC ആണ്. അതുപോലെ പിന്നെ എന്തൊക്കെയാണ്? OD ഈക്വൽ ടു OB ആണ്. OD ഈക്വൽ ടു OB. അപ്പൊ രണ്ട് സൈഡായി. അപ്പൊ ഈ രണ്ട് സൈഡിന്റെയും ഇൻക്ലൂഡഡ് ആംഗിൾ നമുക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ AOD ഈക്വൽ ടു ആംഗിൾ COB. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് രണ്ട് സൈഡും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിളും ആണ് വരുന്നത്. അപ്പോൾ therefore by SAS congruency rule പ്രകാരം ട്രയാങ്കിൾ AOD കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ COB. ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയി. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയാൽ നമുക്ക് ഇവിടെ ഈ രണ്ട് ലൈനാണ് പാരലൽ പറയുന്നത്. അപ്പൊ നമ്മൾ AC ട്രാൻസ്വേഴ്സൽ പോലെ വിചാരിക്കുക. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആയിട്ട് പറയാം. അതായത് ആംഗിൾ DAO അല്ലെങ്കിൽ OAD ഈക്വൽ ടു ആംഗിൾ OCB. ആംഗിൾ OAD ഈക്വൽ ടു ആംഗിൾ OCB. ഈ രണ്ട് ആംഗിളും നമ്മൾക്ക് ഈക്വൽ ആയി.
ഈക്വൽ ആവുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ ഇത് സെറ്റ് പോലെ എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ രണ്ട് ലൈനും പാരലൽ പറയാൻ പറ്റും. കണ്ടില്ലേ, ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഈ ആംഗിളും ആണ് നമ്മൾ ഈക്വൽ പറയുന്നത്. ഇവിടെ ഈ ആംഗിളും ഈക്വലായി ബൈ സി പി സി ടി. അപ്പോൾ എന്തായി, ട്രയാങ്കിൾ എ ഒ ഡിയും ഇത് രണ്ട് കോൺഗ്രന്റ് ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിളും നമുക്ക് സി പി സി ടി ഈക്വൽ ആയി. ദർഫോർ എ ഡി പാരലൽ ടു ബി സി കിട്ടി നമുക്ക്. ദർഫോർ ഇത് സി പി സി ടി എഴുതിയതിനു ശേഷം എഴുതുക എ ഡി പാരലൽ ടു ബി സി. അത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. എ ഡി പാരലൽ ടു ബി സി കിട്ടി, അത് ഇക്വേഷൻ 1 എന്ന് കൊടുത്ത് അതിനുശേഷം രണ്ടാമത്തത് നമ്മൾ എന്ത് ചെയ്യുക, സിമിലർലി അത് പ്രൂവ് ചെയ്ത് കാണിക്കണമെന്നില്ല. ഇനി എന്ത് ചെയ്യുക, ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. സിമിലർലി triangle AOB congruent to triangle COD. ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആണെങ്കിൽ അതിലും നമുക്ക് എന്ത് ചെയ്യാം, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ, അതായത് അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളും ഈക്വൽ പറയാം. CDO ഈക്വൽ ടു ആംഗിൾ ABO. ആംഗിൾ CDO ഈക്വൽ ടു ആംഗിൾ ABO. Angle ABO by CPCT. Therefore, AB alternate interior angles equal ആണെങ്കിൽ CPCT ആണ് നമ്മൾ പറയാ alternate interior angles equal ആണ്. Alternate interior angles equal ആയതുകൊണ്ട് AB parallel to CD. AB parallel to CD. അത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. നമുക്ക് ആദ്യം എന്ത് കിട്ടി, AD parallel to BC. അത് നമുക്ക് ഇക്വേഷൻ 1. അതായത് ആംഗിൾ ഒന്നുമില്ലെങ്കിൽ DAO എന്ന് പറയാ, അതുപോലെ BCO എന്ന് പറയാം. അല്ലെങ്കിൽ ഈ ആംഗിളെ നമുക്ക് കിട്ടുന്നത് എയും സിയും, അത് രണ്ടും ഈക്വലായി ബൈ CPCT. അപ്പോൾ AD പാരലൽ ടു BC കിട്ടി. രണ്ടാമത് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് സിമിലർലി എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. പ്രൂവ് ചെയ്യണമെന്നില്ല. പ്രൂവ് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെയാണ്. രണ്ട് സൈഡും അതിന് ഇൻക്ലൂഡഡ് ആംഗിൾ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് തന്നെയാണ് വരിക. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ആംഗിളും ഈക്വൽ ആയിരിക്കും ബൈ CPCT. അതെന്താണ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ദർഫോർ AB പാരലൽ ടു CD. ഇനി അടുത്തത് ഫ്രം 1 and 2 രണ്ട് പാരലായി അല്ലെ, AB പാരലൽ ടു CD കിട്ടി, AD പാരലൽ ടു BC കിട്ടിയത്. ഫ്രം 1 and 2 ABCD ഈസ് എ പാരലോഗ്രാം. CD ഈസ് എ പാരലോഗ്രാം. അത്രയും കാര്യം ഇതിലുള്ളൂ. അതായത് നമുക്കിവിടെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്നാണ് തന്നിട്ടുള്ളത്. OA ഈക്വൽ ടു OC, OB ഈക്വൽ ടു OD ആണ് തന്നിട്ടുള്ളത്. ABCD ഒരു പാരലോഗ്രാം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ പാരലാന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആംഗിൾ നമുക്ക് CPCT പ്രകാരം അതിന്റെ ആംഗിൾ ഈക്വലായി. ആംഗിൾ ഈക്വൽ ആകുമ്പോൾ AD ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് അവിടെ ഈക്വൽ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ AD പാരലൽ ടു BC കിട്ടി. അതുപോലെ ഈ രണ്ട് ട്രയാങ്കിളിലും നമുക്ക് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയി കിട്ടിയതുകൊണ്ട് AB പാരലൽ ടു CD. ഫ്രം 1 and 2 ABCD ഈസ് എ പാരലോഗ്രാം. 8.8 തിയറം എന്താണെന്നുള്ളത് നോക്കാം. A quadrilateral is a parallelogram if a pair of opposite sides is equal and parallel. ഒരു പെയർ മാത്രം നമുക്ക് ഈക്വൽ, അത് ആ സൈഡ്സ് ഈക്വലും പാരലലും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ABCD ഒരു പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ ABCD നമ്മുടെ ക്വാഡ്രിലേറ്റർ. ഈ ക്വാഡ്രിലേറ്ററിൽ ഒരു സൈഡ്സ് ഈക്വൽ ആണ്. അതായത് AB ഈക്വൽ ടു CD എടുക്കാം നമുക്ക്. AB പാരലൽ ടു CD അത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ABCD ഒരു ക്വാഡ്രിലേറ്റർ ആണ്. അതിലെ ഇഫ് എ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും ആണെങ്കിൽ അത് ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നമ്മൾ AB ഈക്വൽ ടു CD, AB പാരലൽ ടു CD ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AD ഈക്വൽ ടു BC പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ ABCD ഒരു പാരലോഗ്രാം ആവുള്ളൂ. അതായത് പാരലൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. ഇവിടെ നമുക്ക് ഒരു സൈഡ് മാത്രമേ ഈക്വൽ എന്ന് പറയുന്നുള്ളൂ. AB ഈക്വൽ ടു CD നമ്മൾ അങ്ങനെയാണ് ഇവിടെ എടുക്കുന്നത്. AB ഈക്വൽ ടു CD, AB പാരലൽ ടു CD ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഇപ്പുറത്തുള്ള AD ഈക്വൽ ടു BC എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ABCD ഒരു പാരലോഗ്രാം ആയി. അപ്പോൾ എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് എഴുതാം. ഗിവൺ ABCD
ഈസ് എ ക്വാഡ്രിലേറ്റർ. ABCD ഈസ് എ ക്വാഡ്രിലേറ്റർ. ഇനി എന്ത് ചെയ്യുന്നത്, നമ്മൾ ജോയിൻ AC ജോയിൻ ചെയ്യാം. ABCD ഒരു ക്വാഡ്രിലേറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിൽ അതുപോലെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, AB ഈക്വൽ ടു CD-യും AB പാരലൽ ടു CD, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗിവൺ. നമ്മൾ AC ജോയിൻ ചെയ്ത് അതിനുശേഷം എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ടു പ്രൂവ് ABCD ഈസ് എ പാരലോഗ്രാം. പാരലോഗ്രാം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി പ്രൂഫ് എന്താണ്, പ്രൂഫ് നോക്കാം. പ്രൂഫിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ AC ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്തായി, ആ ക്വാഡ്രിലേറ്റർ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് കിട്ടി. ADCയും CBA രണ്ട് ട്രയാങ്കിൾ ആയിട്ടുണ്ട്. ആ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, AD ഈക്വൽ ടു BC കിട്ടും. AD ഈക്വൽ ടു BC ആയാൽ ABCD ഒരു പാരലോഗ്രാം ആയി. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ CBA, ഈ രണ്ട് ട്രയാങ്കിൾ ADC CBA ഈ രണ്ട് ട്രയാങ്കിളിൽ നമുക്ക് ഏതൊക്കെ സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയാം. ഇവിടെ ഇപ്പോൾ രണ്ട് ട്രയാങ്കിളും എന്തുണ്ട്, AC കോമൺ ആണ്. AC ഈക്വൽ ടു AC കോമൺ, രണ്ട് ട്രയാങ്കിളും കോമൺ ആയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഗിവൺ, AB ഈക്വൽ ടു CD ആണ്. AB ഈക്വൽ ടു CD അത് ഗിവൺ ആണ്. ഇനി നമുക്ക് എന്ത് പറയാ, ഇവിടെ AB പാരലൽ ടു CD ആണ്. AB പാരലൽ ടു CD ആണെങ്കിൽ നമ്മുടെ ഏതൊക്കെ ആംഗിൾ ഈക്വൽ ആയിരിക്കും, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ DCA, ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ DCA. ഈ രണ്ട് ലൈനും പാരലൽ ആണ്. അപ്പൊ അതിന് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് AC ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ BAC ഈക്വൽ ടു DCA. അപ്പൊ നമുക്ക് രണ്ട് ആംഗിൾ ഈക്വൽ ആയി. അപ്പൊ therefore ബൈ രണ്ട് സൈഡും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിളും ആണ് ഇവിടെ ഈക്വൽ ആയിട്ടുള്ളത്. therefore ബൈ SAS കോൺഗ്രുവൻസി റൂൾ ട്രയാങ്കിൾ ADC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ CBA, രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയി. ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാ, AD ഈക്വൽ therefore AD ഈക്വൽ ടു BC ബൈ CPCT. therefore AD equal to BC by CPCT. therefore ABCD is a parallelogram. അതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ABCD is a parallelogram. അപ്പോൾ പാരലോഗ്രാം ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഇത്രയും നിങ്ങൾ ഓർമ്മിക്കണ്ടു. അതായത് ഒരു ക്വാഡ്രിലേറ്റർ ABCD തന്നിട്ടുണ്ട്. അതിൽ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈസ് ഈക്വൽ ആൻഡ് പാരലൽ. ഒരു സൈഡ് ഈക്വലും ആണ് പാരലും ആയിട്ട് എടുത്ത് നമ്മൾ ആദ്യം ABCD ഒരു ക്വാഡ്രിലേറ്റർ വരഞ്ഞ് അതിൽ നമുക്ക് AB പാരലൽ ടു CD ആണ്, AB ഈക്വൽ ടു CD ആണെന്ന് അറിയാം. അതിനുശേഷം നമ്മൾ കൺസ്ട്രക്ഷൻ ജോയിൻ AC ജോയിൻ ചെയ്തു. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, അതായത് ABCD ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. ABCD ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ AB ഈക്വൽ ടു CD ആണെന്നറിയാം. AD ഈക്വൽ ടു BC എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ABCD ഒരു പാരലോഗ്രാം. AD ഈക്വൽ ടു BC പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളിത് കൺസ്ട്രക്ഷൻ കൊടുത്തപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾ, ആ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് CPCT രണ്ട് സൈഡ്സും ഈക്വൽ ആയിട്ട് കിട്ടും. അത്രയും ചെയ്യുന്നുള്ളൂ. അതിൽ നമ്മൾ ഏതൊക്കെയാണ്, AC രണ്ട് ട്രയാങ്കിൾ എടുക്കുമ്പോൾ AC കോമൺ ആണ്, AB ഈക്വൽ ടു CD ആണ്. ഈ രണ്ട് ലൈനും പാരലൽ ആകുമ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ therefore by SAS കോൺട്രൻസി ടു ട്രയാങ്കിൾ ADC കോൺട്രേറ്റ് ടു ട്രയാങ്കിൾ CBA. അപ്പോൾ എന്തായി, നമുക്ക് AD ഈക്വൽ ടു BC കിട്ടി. AD ഈക്വൽ ടു BC ആണെങ്കിൽ നമുക്ക് ABCD ഒരു പാരലോഗ്രാം ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ്.